വരില്ലേ? ആർക്ക് ഓഫീസിൽ പോണെന്ന് പറഞ്ഞിരുന്നു. അതെയോ? അപ്പോൾ ഇന്ന് പോയിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് മാനേജർ അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, പേജ് ഒബ്ജക്റ്റിന്. അതെ അത് ചെയ്തായിരുന്നോ? കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കാർഡ് പേജ് വരെ ചെയ്തു. കാണിച്ചു. അതിലൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് മൊത്തം കിട്ടിയില്ലായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാനല്ലേ പറഞ്ഞോളൂ. ബാക്കി നമുക്ക് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. ഷെയർ ചെയ്യടാ, എന്താ ഡൗട്ട് നോക്കാം. ആ, എന്തായിരുന്നു? എനിക്ക് വരുന്ന എറർ എന്ന് പറഞ്ഞ ഈ അതായത് ഈ ഒരു പാട്ട് വരുന്നില്ല. അത് ക്ലിക്ക്, ഇത് ഇന്നലെ സെയിം ഇഷ്യൂ ഇത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം ആവുന്നുണ്ട്. ഓ, ആഡ് ടു കാർട്ട് ക്ലിക്ക് ആവുന്നില്ല. പാട്ട് ക്ലിക്ക് ആവുന്നില്ല ആക്ച്വലി. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത് എവിടെയാ? കൺസ്ട്രക്ടറിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല ആഡ് ടു കാർട്ടിന്റെ ആ ഒരു ബട്ടൺ, ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺ, കാർട്ട് ബട്ടൺ എവിടെ? അതിതല്ലേ ആഡ് ടു കാർട്ട്. ഇത് ദിസ് ഡോട്ട് പേജ് ഡോട്ട്, ഇതിന് നമ്മൾ എന്താ പറയാ, വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലേ? അതായത് ഈ ലൊക്കേറ്ററിന് കാർട്ട് ബട്ടൺ. കൺസ്ട്രക്ടറിലോ? ദിസ് ഞാൻ ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ റിമൂവ് ചെയ്തത്. അവിടെ കിട്ടുന്നില്ലാത്തോണ്ട് ക്ലിക്ക് വേണ്ട, ക്ലിക്ക് നമുക്ക് ഇതിന് ഓക്കെ കൊടുക്കാം. ഇനി എന്ത് ചെയ്യുക? അവൈറ്റ് ആഡ് ടു കാർട്ട് ഡോട്ട് ക്ലിക്ക് കൊടുക്കാം. ദിസ് ഡോട്ട് അവൈറ്റ് ദിസ് ഡോട്ട് ആഡ് ടു കാർട്ട്. ഓക്കെ, ഇനി സേവ് ചെയ്തിട്ടൊന്നും കൂടെ റൺ ചെയ്ത് എന്താ ഇഷ്യൂ വരുന്നത്? Product page പ്രൊഡക്റ്റ് പേജിനകത്ത് ഈ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞാൽ അതിനെടുത്തണം ഇതാണ് സെർച്ച്. അതിനുശേഷം ആഡ് ടു കാർട്ട്. ഈ ഫംഗ്ഷൻ ഇവിടെ ഇല്ലേ? നോക്കട്ടെ, നമ്മുടെ നെയിം കറക്റ്റ് തന്നെയല്ലേ? ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനിവിടെ കോൾ ചെയ്തേക്കാം. പ്രൊഡക്റ്റ് പേജ് ഡോട്ട് ആഡ് ടു കാർട്ട്. കറക്റ്റ് സ്പെല്ലിംഗ് തന്നെയല്ലേ? ഇവിടെ പ്രൊഡക്റ്റ് പേജ് അതന്നെയാണ്. ഇങ്ങോട്ട് ആഡ് ടു കാർട്ടും കറക്റ്റ് ആണ്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അവൈറ്റ് കൊടുക്കണം. ഒരു മിനിറ്റ്. ക്ലാസ്സിലാണ്. എനിക്ക് അവിടെയാണ് പ്രശ്നം വരുന്നത്. അത് കാർട്ടിലേക്ക് ആഡ് ആവുന്നില്ല. സെർച്ച് ആവുന്നുണ്ട്, കാരണം ഇവിടെ എനിക്ക് എല്ലാം കിട്ടുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതായത് അതുപോലെ ടോട്ടൽ കൗണ്ട് 6 കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെയാ കൊടുത്തത്. അപ്പൊ ഈ ടോട്ടൽ കൗണ്ട് ഓഫ് 6 എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കൺസോൾ ലോഗ്, ഈഫിനകത്ത് ഞാൻ ഒരു കൺസോൾ ലോഗ് കൊടുത്തിട്ടുണ്ട്, അതായത് ആ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ആവുന്നില്ല. ശ്രീജ്യോതിക്ക് ഇന്നലെ ആഡ് ടു കാർട്ട് ബട്ടൺ ക്ലിക്ക് ആവാതെ നിന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് സോൾവ് ആയോ? സോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആ പേജ് എടുത്തേടാ, ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ പറയുന്ന പേജ്. അതായത്
നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് ഈ സെയിം ലൊക്കേറ്റർ വെച്ച് നമുക്ക് ആദ്യം വർക്ക് ആയതല്ലേ പ്രൊജക്ട്. ഇത് മറ്റേത് ആ, വർക്കാവുന്നുണ്ട്. അപ്പൊ പിന്നെ ലൊക്കേറ്ററിന്റെ പ്രശ്നമല്ല. അതിനെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോ എന്താ പറ്റിയെന്ന് നോക്കാം നമുക്ക്. അല്ല, ഇത് ലൊക്കേറ്റ് ആവുന്നില്ല, ഈ ഒരു പേരേ വരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതും കിട്ടുന്നില്ല. ഇല്ല, സോഴ്സ് ലാബ് അത് വരുന്നില്ല, ഈ ഒരു കൺസോൾ ലോഗേ വർക്ക് ആവുന്നില്ല എനിക്ക്. അത് നമുക്ക് നോക്കാം. ആദ്യം എന്താ കാർഡ് ബട്ടണിലേക്ക് നാവിഗേറ്റ് ആവാത്ത എന്താ നോക്കാം. എന്നിട്ട് നാവിഗേറ്റ് ആയിട്ട് പ്രോഡക്റ്റിനെ പാസ് ചെയ്തിരുന്നോ ഈ ഫംഗ്ഷനിലോട്ട്? പ്രൊഡക്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. പാസ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് എറർ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാനിത് പ്രൊഡക്റ്റ് നെയിം പാസ് ചെയ്യാൻ മറന്നുപോയി, അപ്പൊ പാസ് ചെയ്തു. സോ ഈ ലൂപ്പിലേക്ക് കേറുന്നുണ്ടെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. ലൂപ്പിനകത്ത് കയറുന്നുണ്ട്. എന്നിട്ട് അതിനകത്തുനിന്ന് പ്രൊഡക്റ്റോട്ട് ലൊക്കേറ്റ് നമുക്ക് നോക്കാം. ഈ ഇൻവെന്ററി ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താ? അതാണ് ഈ 6 ഐറ്റംസ് ഇൻവെന്ററി ഐറ്റം. ആ 6 എണ്ണം മൊത്തം എനിക്ക് 6 കിട്ടുന്നുണ്ട്, ടോട്ടൽ കൗണ്ട് കിട്ടുന്നുണ്ട്. സോ ഈ പ്രോഡ് ആക്ച്വലി വർക്കിംഗ് ആണ്. ആ പ്രോഡിലാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഡില് ലൊക്കേറ്റ് ആവുന്നത് ഇവിടെ ഞാൻ ഇത് ആക്ച്വലി ആ സെലക്ട് ഹബിൽ കൊടുത്താൽ കിട്ടുമോ? ഇതിനെ നമുക്ക് ഇങ്ങനെയല്ല. അത് ശ്രീജതിക്ക് ഈ രീതി ചെയ്തപ്പോ കിട്ടിയായിരുന്നോ? കിട്ടി. ഈ സോഴ്സ് ലാബിന് പകരം നമുക്ക് പ്രൊഡക്റ്റ് നെയിം ഇനി കൊടുത്തു നോക്കാം. അതപ്പോ അങ്ങനെ കൊടുക്കാന്നറിയോ? ഈ ബാക്ടിക്സ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാം. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ബ്രേസസിനകത്ത് ബ്രേസസ് അല്ല, കേളി ബ്രേസസിനകത്ത് ആദ്യം ഡോളർ ആണോ അതിനകത്താണോ ഡോളർ വരിക? ഡോളർ ഇട്ടിട്ട് കേളി ബ്രേസസ് ഇട്ട് കൊടുക്കാം. പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. ആ റൗണ്ട് ബ്രേസസ് ആവശ്യമില്ലാണ്. ഒരു സ്പേസ് ഇട്ടോ ഈ റൗണ്ട് ബ്രേസസ് ഇല്ലല്ലോ, അത് കറക്റ്റ് ആയിട്ടില്ല. അതിനകത്ത് എന്തോ മിസ്റ്റേക്കും കൂടെ ഉണ്ട്. നോക്കട്ടെ. ഇവിടെ പ്രൊഡക്റ്റ് നെയിം എടുക്കുന്നില്ല. അപ്പോ ഇല്ല, ഈ പ്രൊഡക്റ്റ് നെയിം കറക്റ്റ് ആയിട്ടില്ല കൊടുത്തേക്കുന്നത്. ഇങ്ങനെ തന്നെ അല്ലേ കൊടുക്കുക? നമ്മൾ മുന്നേ പ്രൊഡക്റ്റ് നെയിം PRODNAME. പക്ഷെ ഇങ്ങോട്ടേക്ക് അത് വന്നില്ല. ഇവിടെ വരുമ്പോ അത് പ്രൊഡക്റ്റ് നെയിം എനി ആയിട്ടാണല്ലോ വരുന്നത്. അതല്ലടാ, ഞാൻ ഈ ഒരു കാര്യം നോക്ക്. ഇൻവെന്ററി ഐറ്റം നെയിം ഹാസ് ടെക്സ്റ്റ് നമ്മൾ കൊടുത്തില്ല ഇപ്പോൾ ബാക്ക് ടിക്ക് ഓപ്പൺ ചെയ്തിട്ട്. പക്ഷെ അതിനകത്തേക്ക് എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കളർ ചേഞ്ച് ആയിട്ടില്ല. ഇങ്ങനെയല്ല അത് വരിക. നമ്മൾ മുന്നേ ഇതുപോലെ ബാക്ക് ടിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടില്ലേ ഒരെണ്ണം മുന്നേ? എവിടെയോ ഇതിനകത്തല്ല, വേറെ ഏതൊരു കോഡിനകത്ത്. ജസ്റ്റ് ഇതിന്റെ സിൻടാക്സ് ഒന്ന് നോക്കണം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. ഡബിൾ കോട്ട്സിനകത്ത് അതുപോലെ സിൻടാക്സ് പോലെ. അപ്പൊ ഇത് തന്നെ നോക്കി. അതിപ്പോ നെയിമിന് സേവ് ചെയ്തിട്ടൊന്ന് നോക്കിയാടാ. അല്ല, പക്ഷെ ഇവിടെ ഒക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോ ആ പ്രൊഡക്റ്റ് നെയിം എന്ന് പറയുന്ന വാല്യൂ വരുന്നില്ലല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത് തൊട്ട് നോക്കാം. ഇതിനെവിടെ ഈ മെത്തേഡിനെ ഓക്കെ, അവിടെ എന്താ എടുക്കുന്നത്? അതായത് ഇവിടെ നമ്മൾ കോൺസ്റ്റ് പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് നെയിം തന്നെയല്ലേ നമ്മൾ ഇവിടെ പാസ് ചെയ്തു? ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കണ്ടേ? അതായത് അതിന് ഇവിടെ റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് പാസ് ചെയ്ത് കൊടുക്കണം. മെത്തേഡ് കോൾ ചെയ്യുന്നിടത്ത് പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല. മെത്തേഡ് കോൾ ചെയ്യുന്നിടത്ത് എടുത്തണം
അതായത് മറ്റേ പേജിനകത്ത് സ്പെക് പേജിനകത്ത് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. ഓ, ഇവിടെ 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 പ്രൊഡക്റ്റ് നെയിം. ഓക്കെ, ഇനി നോക്കിയേ, സേവ് ചെയ്തിട്ട് നോക്ക്. രണ്ടും സേവ് ചെയ്യും. റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പൊ ആഡ് ടു കാർട്ടിലാണ് ഇപ്പൊ പ്രശ്നം. അത് ആക്ച്വലി ക്ലിക്ക് ആയെന്ന് ഇപ്പൊ തോന്നുന്നത്. അതെ, സോഴ്സ് ലാബ് പാക്ക് സോഴ്സ് ഇപ്പൊ ലാബ് എടുത്തു. വന്നിട്ടുണ്ട്. അത് പാസ് ചെയ്ത് കൊടുക്കാന്നിട്ടാ. ഇനി നമുക്ക് ആഡ് ടു കാർട്ട് നോക്കാം. അപ്പൊ ഈ കൺസോൾ വർക്കായി. ഉം. ഇനി അടുത്തത് വരുന്നത് ഈ ആഡ് ടു കാർട്ടാണ്. ആഡ് ടു കാർട്ടിന് നമുക്ക് നോക്കാം. ആഡ് ടു കാർട്ടിനകത്ത് പ്രത്യേകിച്ചൊന്നും പാസ് ചെയ്ത് കൊടുക്കാനില്ല. ഒരു കാര്യം ചെയ്യ്, ഈ ദിസ് ഡോട്ട് ആഡ് ടു കാർട്ട് എന്നുള്ളതിനെ വേറൊരു വേരിയബിൾ നെയിം കൊടുക്കും. ഫംഗ്ഷൻ നെയിം ഒരേപോലെ ഇരിക്കണില്ലേ, കാർട്ടെന്ന് മാത്രം കൊടുത്തേ. ഇനി അതിനെ അതേപോലെ കോൾ ചെയ്തേ, കാർട്ട്. സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത്. അത് രണ്ട് ഫംഗ്ഷൻ നെയിമും വേരിയബിൾ നെയിമും സെയിം ആയതുകൊണ്ട് കൺഫ്യൂഷൻ അടിച്ചതാവും. അത്രേ ഉള്ളൂ. മുഴുവൻ ആട്ടുകാട്ടും. ശ്രീജതിക്ക് എന്താ ഡൗട്ട്? ആക്ച്വലി ഇത് നമ്മളൊരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്തു, കാർഡ് പേജ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ഈ ചെക്കൗട്ടിന്റെ കാര്യങ്ങൾ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്ന അങ്ങോട്ടേക്ക് ആക്കി. പിന്നെ അസേഷൻസ് ഞാൻ ഇവിടെ തന്നെയാണ് ഇട്ടേക്കുന്നത്. അത് ഒരു പുതിയൊരു ചെക്കൗട്ട് പേജിനകത്ത് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് അസേഷൻ അങ്ങോട്ടേക്ക് മാറ്റാം. അതിനകത്തൊരു മെത്തേഡ് പോലെ എന്തെങ്കിലും കൊടുക്കാലോ. എന്താ പറയാ, കൺഫേം മെസ്സേജ് മെത്തേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് കൊടുക്കാം. അതിനകത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അല്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണം എന്നില്ലല്ലേ ഫ്രെയിം വർക്കില്? ഈ സ്പെക് ക്ലാസ്സിൽ തന്നെ അസേഷൻ വെക്കണം എന്നില്ല അല്ലേ? ഇല്ലടാ, അങ്ങനെയില്ല. നമ്മള് എല്ലാം മാറ്റുകയാണല്ലോ നമ്മൾ ഓരോ, അതായത് ഓരോ ഒബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ട് ആ ഒബ്ജക്റ്റിനെ മാത്രം കോൾ ചെയ്ത് വരില്ലേ. അങ്ങനെ വെക്കണം എന്നില്ല. ഇതിന് നമ്മൾ ഇനിയും സിമ്പിൾ ആക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് നിന്ന് ഉണ്ടായിരുന്ന എല്ലാ ലോജിക്കും നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് പേജസ് ആക്കി കൊടുത്തു. എന്നിട്ട് അതിന്റെ ഒബ്ജക്റ്റ് മാത്രം ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഈ സാധനത്തിന് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാലോ, ഈ ഫംഗ്ഷൻ ഇതിനെ കാർഡ് പ്രോഡക്റ്റിന്. കാർഡ് പ്രോഡക്റ്റ് ഇത് എന്താ ചെയ്തേക്കുന്നത്? അല്ല, ഇത് മറ്റേ കാർഡ് പ്രോഡക്റ്റ് വിസിബിൾ ആണെന്നുള്ളത് ഒരു അത് മാറ്റുമ്പോ ഈ പ്രോഡക്റ്റ് നെയിം നമ്മൾ ഇതായിട്ടല്ലേ കൊടുക്കുന്നത്, ആർഗ്യുമെന്റ് ആയിട്ട്. അപ്പൊ അതിനെ അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇതിന്റെ അകത്തുള്ള സാധനത്തിന് അവിടെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ഏത് ഇപ്പൊ ഗോ ടു കാർട്ട് കഴിഞ്ഞിട്ടുള്ള ഏത് മെത്തേഡാണോ ആ മെത്തേഡില് അവിടെ പാസ് ചെയ്ത് കൊടുക്കണം ഈ പ്രൊഡക്റ്റ് നെയിമിന്. നേരത്തെ ഇപ്പൊ നമ്മൾ സെർച്ച് പ്രൊഡക്റ്റില് ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം, അതിന് റിസീവ് ചെയ്യാം, പാസ് ചെയ്ത സെയിം പ്രൊഡക്റ്റ് തന്നെ. ഈ ടു ബി ട്രൂത്ത് എല്ലാം അങ്ങോട്ടേക്ക് മാറ്റാം, ഇതെല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ചെയ്തോളാം. കാർഡ് പ്രോഡക്റ്റ് വിസിബിൾ. ഇത് ആക്ച്വലി കാർഡ് പ്രോഡക്റ്റ് വിസിബിൾ ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നമ്മള് കാർട്ടിനകത്ത് പോയിട്ടല്ലേ? കാർഡ് പേജിലേക്ക് കയറിയതിന് ശേഷം അത് കാർഡ് പേജ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തൂടെ? അതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എന്താ ഇഷ്യൂടാ? കാർഡ് പേജ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. പ്രൊഡക്റ്റ് വിസിബിൾ പ്രൊഡക്റ്റ് നെയിം. പ്രൊഡക്റ്റ് വിസിബിൾ എന്ന് പറഞ്ഞ ഫങ്ഷൻ എടുത്തടാ. കറക്റ്റ് സ്പെല്ലിംഗ് അല്ലേ? കോപ്പി ചെയ്തിട്ടാൽ മതിയാ. ജസ്റ്റ് സെയിം സാധനം തന്നെ കോപ്പി ചെയ്തിട്ടാൽ മതി. പ്രൊഡക്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് നെയിം പാസ് ചെയ്തു. പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇത് കാർഡ് പേജ് അല്ലേ? ആ ഇനി അതിൽ കോൾ ചെയ്തേക്കുന്നത് എടുത്തണം. കാർഡ് പേജ് ഡോട്ട്, അതായത് സെയിം അത് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് നെയിം. പ്രൊഡക്റ്റ് നെയിം അല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്? അവിടെ എന്താ കൊടുത്തേക്കുന്നത്? പ്രോഡക്റ്റ് നെയിം സോഴ്സ് ലാബ് ഇതാ കൊടുത്തേക്കുന്നത്. അവിടെ എന്താ വേറെയാണോ കൊടുത്തേക്കുന്നത്? പ്രൊഡക്റ്റ് എന്ന് കൊടുത്തത് എന്താ? അവിടെ നിന്ന് പാസ് ചെയ്യുന്ന സാധനല്ലേ ഇവിടെ വരേണ്ട സോഴ്സ് ലാബ്. അവിടെ പ്രൊഡക്റ്റ് നെയിം അല്ലേ കൊടുത്തേക്കുന്നത്? അവിടെ കൊടുക്കുന്നതിന് ഇവിടെ കൊടുക്കണുണ്ടോ? നമ്മൾ അവിടെ എന്താണ് പാസ് ചെയ്ത ആ സാധനത്തിന് ഇങ്ങോട്ട് കൊടുത്ത് ഇത് തന്നെ കൊടുക്കണമെന്നുണ്ടല്ലേ ഇവിടെ? ഓക്കെ ശരി, സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം. ഇപ്പോൾ വേറെ എന്താ കാർഡ് പ്രൊഡക്റ്റിനകത്താണ് വന്നേക്കുന്നത്. അസേഷനകത്ത് കാർഡ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഈ കാർഡ് പ്രൊഡക്റ്റിൽ നമ്മൾ എടുത്തേടാം ദിസ് ഡോട്ട് വെച്ചിട്ട് മുകളിൽ നോക്കി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഈ കാർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എവിടെയാ? ഇതിവിടെ കോൺസ്റ്റന്റ് ദിസ് ഡോട്ട്. ഓക്കെ, ഈ കാർ പ്രൊഡക്റ്റിൻ്റെ ഒരു കാര്യം ചെയ്യും. ഒരു മുകളിൽ ഇതുപോലെ ഒരു ലൊക്കേറ്റർ ആക്കിയിട്ട് അസൈൻ ചെയ്ത് വെച്ച് കൺസ്ട്രക്റ്റിനകത്ത്, അതായത് കാർ പ്രൊഡക്റ്റിനകത്ത് എന്തൊക്കെയാണ് വേണ്ട അതിൻ്റെ ലൊക്കേറ്റർ മാത്രം. ദിസ് ഡോട്ട് അത് വേണ്ട, ലൊക്കേറ്റർ മാത്രം മതി. ഇവിടെ സോഴ്സ് ലാബിന് കൊടുക്കണം. ഇത് മറ്റേ ചെയിനിങ് അല്ലേ, അപ്പം ഇതിനങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലടാ. ഇത് കൺട്രോൾ ചെയ്ത് അടിച്ചോ, കുഴപ്പമില്ല. ഇതങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ചെയിനിങ് ആയിട്ട് വരില്ല ഒരെണ്ണത്തിനകത്ത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താ ഇതിനെ പ്രശ്നമെന്ന്. വെയിറ്റ്, ആ പേജിനെ ദിസ് ഡോട്ട് പേജ് വിളിച്ചേ. അതായത് പ്രൊഡക്റ്റ് വിസിബിളിനകത്ത് കണ്ടോ? പ്രൊഡക്റ്റ് വിസിബിളിനകത്ത് അവിടെ വെയിറ്റ് ദിസ് ഡോട്ട് പേജ് വിളിച്ചേ. ലൊക്കേറ്റർ ആയിട്ടുണ്ട്. സെയിം ഇഷ്യൂ അല്ലേ വന്നേക്കുന്നത്? എക്സ്പെക്ട് കാർഡ് പ്രൊഡക്റ്റ് ഈസ് നോട്ടിഫൈഡ്. നമ്മുടെ കോഡ് എടുത്താടാ നോക്കട്ടെ. പ്രൊഡക്റ്റ് ഈസ് ട്രൂത്ത്, അതായത് കാർഡ് പ്രൊഡക്റ്റിനെ കിട്ടണില്ല. കാർഡ് പ്രൊഡക്റ്റ് നമ്മൾ ഇതിനകത്ത് മാത്രമല്ലേ യൂസ് ചെയ്തേക്കുന്നത്, പിന്നെ എന്താ അത് കിട്ടാത്തത്? അതായത് ആ ഒരു അത്രേ ഉള്ളൂ.
കാർഡ് പ്രൊഡക്റ്റ് ലോ എന്താ കേൾക്കാല്ല. പ്രിന്റർ ടു ബി ട്രൂത്തി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൺസ്ട്രക്ടർ ഒന്ന് കാണിച്ചാടാ മുകളിലേക്ക്. ഇവിടെ അല്ലാതെ ഇത് നോക്കട്ടെ. എന്താണ് അല്ല ഹാർഡ് കോഡ് ചെയ്തെങ്ങനെ വെച്ച് നോക്കട്ടെ. ഇവിടെ പ്രോഡക്റ്റ് നെയിം സോസ്ലാർന്ന് കൊടുത്ത് നോക്ക്. ഓക്കെ. അപ്പം അത് നോർമലാക്കി കൊടുക്കണം. ബാക്ക് ടിക്കൊക്കെ മാറ്റിയിട്ട് പ്രൊഡക്റ്റ് നെയിം മാത്രം ഡബിൾ കോഡ്സിനകത്ത് ഇട്ട് കൊടുക്കുക. ബാക്ക് ടിക്ക് മാറ്റിയിട്ട് സിംഗിൾ കോഡ്സ് ആക്കി കൊടുക്കുക. ഇനി ഒന്ന് സേവ് ചെയ്ത് നോക്കിയാൽ. പക്ഷെ എനിക്ക് ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് നെയിമാണ് കിട്ടാത്തത്. കിട്ടുന്നുണ്ടോ? കൺസ്ട്രക്ടർ ഒന്ന് എടുത്തടാ. അതിൻ്റെ തന്നെ ഒരെടുത്ത് കൺസ്ട്രക്ടർ ഒന്ന് എടുത്ത് ഫിനിഷ് ബട്ടൺ ഒരു പേജ് കൊടുത്തു. ഇനി താഴേക്ക് വന്നിട കാർട്ടിൽ നിന്ന് ഒരു മിനിറ്റ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് കാർഡ് പേജിന് മാത്രം. ഈ കാർഡ് പ്രൊഡക്റ്റിന് എന്താ കിട്ടാത്തത്?
എക്സ്പെക്ട് ഡിഫൈൻഡ് അല്ല. എക്സ്പെക്ട് ഇൻഫോ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടില്ലടാ എക്സ്പെക്ട് പേജിനകത്ത്. ഈ പേജിനകത്ത് ഇല്ല ഇല്ല, ഇല്ല. ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ അത് എറർ കാണിക്കുന്നത് കാർട്ട് പ്രൊഡക്റ്റ് ഡിഫൈൻഡ് അല്ല എന്നാണല്ലോ. അത് ഇമ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഇതിനകത്ത് ഇപ്പോൾ വേറെ ഇഷ്യൂ. കാർഡ് പ്രൊഡക്റ്റ് ഡിഫൈൻ മാറി, അത് തന്നെയാണ് വന്നേക്കുന്നത്. എക്സ്പെക്റ്റിൻ്റെ കേസാ. എക്സ്പെക്റ്റ് കൊടുത്തല്ലോ അല്ലേ. ഒരു കാര്യം ചെയ്യുന്ന കോഡെടുത്ത് എക്സ്പെക്റ്റ് ടു ബി ട്രീറ്റ്. ഇതൊരു ഫങ്ഷൻ അല്ലേ. നമുക്ക് എക്സ്പെക്റ്റിന് പകരം എന്ത് ചെയ്യാം, ഇത് ഈസ് വിസിബിൾ എന്ന് പറയാം. ഈസ് വിസിബിൾ അല്ലല്ലോ, ടു ബി ട്രൂത്തി അല്ലേ. ഈസ് വിസിബിൾ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഈ ഈസ് വിസിബിൾ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. ഈസ് വിസിബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലേ, ഡോട്ട് ഈസ് വിസിബിൾ, അതായത് ഈ പ്രൊഡക്റ്റ് വിസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതൊരു വാല്യൂ റിട്ടേൺ ചെയ്യല്ലോ. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആയിരിക്കുമല്ലോ റിട്ടേൺ ചെയ്യുക. അപ്പോൾ കാർഡ് പ്രൊഡക്റ്റിനകത്ത് ഇപ്പോൾ ഉള്ളത് ഈ വാല്യൂവിന് പകരം നമുക്ക് എന്ത് കിട്ടും, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈസ് വിസിബിൾ ഓർ ഈസ് വിസിബിൾ എന്നുള്ള വാല്യൂ ആണ് ഇപ്പം അതിനകത്ത് കിടക്കുന്നത്. ട്രൂ ഓർ ഫോൾസ് ആണ് കിടക്കുന്നത് അതിനകത്ത്. അല്ലാതെ ആ ഒരു ഇതല്ല, എന്താ പറയുക, ലൊക്കേറ്റർ അല്ല അതിനകത്ത് കിടക്കുന്നത്. അപ്പം ആ ഈസ് വിസിബിൾ അവിടെ നിന്ന് കളഞ്ഞടാ. ഈസ് വിസിബിൾ കളഞ്ഞിട്ട് ജസ്റ്റ് ഈസ് വിസിബിൾ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് പുറത്ത് കൊടുക്കുക. ഈസ് വിസിബിൾ കളഞ്ഞിട്ട് ശേഷം റിട്ടേൺ ചെയ്യുക. അതായത് ഇപ്പോൾ കാർഡ് പ്രൊഡക്റ്റിനകത്ത് എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. കാർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എലമെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഈസ് വിസിബിൾ അവിടെ നിന്ന് കളഞ്ഞേ. എനിക്ക് ഹാങ് ആയി നിൽക്കാം. കളഞ്ഞോ? ഓക്കെ. എന്നിട്ട് അടുത്ത ലൈനായിട്ട് കൊടുക്കുക. ഈസ് വിസിബിൾ കളഞ്ഞതിന് ശേഷം അടുത്ത ലൈനായിട്ട് കൊടുക്കുക. എന്ത് ചെയ്യുക, ഇപ്പം നമ്മുടെ കാർഡ് പ്രൊഡക്റ്റിനകത്താണ് അതിൻ്റെ ആ ലൊക്കേറ്റർ ഉള്ളത്. അപ്പം എന്ത് ചെയ്ത് നോക്കുക, ജസ്റ്റ് അവൈറ്റ് കാർഡ് പ്രൊഡക്റ്റ് ഡോട്ട് ഈസ് വിസിബിൾ എന്ന് കൊടുക്കുക. സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ സിംഗിൾ ലൈനിൽ കൊടുത്തത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. കാർഡ് പ്രൊഡക്റ്റ് ഈസ് വിസിബിൾ എന്ന് പറയുന്നത് അങ്ങനെയല്ലടാ, അതങ്ങനെ കാർഡ് പ്രോഡക്റ്റ് എന്നിട്ട് പറഞ്ഞു കൊടുത്തു. അടുത്ത ലൈനില് കാർഡ് പ്രൊഡക്റ്റ് ഈസ് വിസിബിൾ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ഇതിന്റെ വാല്യൂ ഈസ് വിസിബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുന്നതായിട്ട് കൊടുക്കുക. ജസ്റ്റ് ഈസ് വിസിബിൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിന്റെ മുന്നിൽ ഒരു റിട്ടേൺ കീവേഡ് യൂസ് ചെയ്തോ. എനിക്ക് ഭയങ്കര ഹാങ് ആയാ നിൽക്കണം. ഓക്കെ, റിട്ടേൺ. ഈ ബ്രേസസ് ഒന്നും വേണ്ട, ബ്ലൂ കളറിലുള്ള ബ്രേസസ് ഒന്നും വേണ്ട. ജസ്റ്റ് റിട്ടേൺ കഴിഞ്ഞൊരു സ്പേസ്. റിട്ടേൺ ചെയ്യുമ്പോൾ ഡേറ്റ ടൈപ്പ് ഒന്നും മാറത്തില്ല അല്ലേ? നമ്മൾ ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ബൈ ഡിഫോൾട്ട് ആയിട്ട് എടുത്തോളൂ. ടൈപ്പ് സ്ക്രിപ്റ്റ് ഒക്കെ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സേവ് ചെയ്തല്ലേ, എക്സ്പെക്റ്റ് കളഞ്ഞില്ലേ, നമ്മൾ കമന്റ് ചെയ്തിട്ടില്ലേ, പിന്നെ എന്താ അതിനെ സേവ് ചെയ്തില്ലടാ? സേവ് ചെയ്തു. എക്സ്പെക്റ്റ് നമ്മൾ കമന്റ് ചെയ്തിട്ട് ഇഷ്യൂ ട്രൂത്തിലാണ് നമ്മൾ കമന്റ് ചെയ്തിട്ടല്ലേ. കമന്റ് ചെയ്തതാണല്ലോ. ഒന്നും കൂടെ ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്തേടാ.
21. ഔട്ട്പുട്ട് കിട്ടിയോടാ? വീണ്ടും എററാണോ? ഇത് ഹാങ് ആയി നിൽക്കുക. അല്ല, അവിടെ കമന്റ് ചെയ്യാൻ വിട്ടുപോയി. ഒന്നുകൂടെ ചെയ്യട്ടെ. ആരോൺ എന്താ ചെയ്തേ കാർഡ് പേജിന്? ആ കാർട്ടീൻ പേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തു. ലാസ്റ്റത്തെ ആ ഫില്ല് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാം കിട്ടി. രണ്ടായോ? അത് കൊടുത്തപ്പോ രണ്ടായി. എനിക്ക് ഇത് ആക്ച്വലി ഹാങ് ആയി നിൽക്കുക. അത് ഇവിടുത്തെ കുഴപ്പമാണോ അതോ നെറ്റിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീജോയിൻ ആവണത്. ഇത് കളയാമോ അപ്പോ? ഹലോ ഹലോ അപ്പൊ ഇത് കളയാമോ ഈ ടു ബി ട്രൂത്തിടത്? അത് വേണ്ട. അത് ടു ബി ട്രൂത്തി നമ്മൾ അന്ന് ടു ബി ട്രൂത്തി എന്ന് പറഞ്ഞൊരു മെത്തേഡ് പഠിച്ചതാന്ന് തോന്നുന്നു. ഇപ്പൊ അതിനകത്ത് ടു ബി ട്രൂത്തി എന്തിനാ നമ്മൾ കൊടുത്തത്? അത് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് പാസ്സായാൽ മതി എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. ഇനിയിപ്പോ ടു ബി ട്രൂത്തി കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ കൊടുക്കേണ്ടി വരും. ജസ്റ്റ് അത് കമന്റ് ചെയ്തിട്ടോ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഇതിനെ ക്യാച്ച് ചെയ്യണം അല്ലേ ഇവിടെ ഈ സാധനത്തിന്? ഏതാണ്? ഇവിടുന്ന് റിട്ടേൺ ചെയ്തില്ലേ, അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ അസേഷൻ ചെയ്യണ്ടേ? ടു ബി ട്രൂത്ത് ഇപ്പൊ റിട്ടേൺ ചെയ്തേക്കുന്നത് എന്താ? പ്രൊഡക്റ്റിന്റെ കാർഡ് പ്രൊഡക്റ്റിനെ റിട്ടേൺ ചെയ്തേക്കുന്നത്. കാർഡ് പ്രൊഡക്റ്റ് ഈസ് വിസിബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ റിട്ടേൺ ചെയ്തേക്കുന്നത്. പ്രൊഡക്റ്റ് വിസിബിൾ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഈ കമന്റ് ചെയ്ത് ഇവിടെ കമന്റ് ചെയ്തിട്ടതല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഇവിടെ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് പേജിൽ നിന്ന് കമന്റ് ചെയ്ത് വെച്ചില്ലേ, അത് ഇനി അൺകമന്റ് ചെയ്ത് നോക്കിയേ. കാരണം ഈ രണ്ട് സൈഡിലും ടു ബി ട്രൂത്തി വന്നതുകൊണ്ടായിരിക്കും മേ ബി. ഇവിടെ കൺട്രോൾ സെറ്റ് അടിച്ചേ, ജസ്റ്റ് കൺട്രോൾ സെറ്റ് അടിച്ചാൽ മതിയല്ലോ, അത് വരും. ഓക്കെ, അതിനി എന്താ പറയുക, ഈസ് വിസിബിൾ വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കൂ. ഇപ്പൊ കാർഡ് പ്രൊഡക്റ്റിനെ നമ്മൾ അവിടെ ജസ്റ്റ് കൺസോൾ ചെയ്യിപ്പിച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ കൺസോൾ ചെയ്യിപ്പിക്കാം, എന്നിട്ട് അതിനെന്ത് ചെയ്യാം, ടു ബി ട്രൂത്തി. ഇനി ചിലപ്പോൾ വർക്കാവും. സേവ് ചെയ്തെന്ന് പറഞ്ഞു. ഇത് റിട്ടേണിന് ശേഷം എന്ത് കൊടുത്താലും അത് വർക്കാവില്ല. ശരിയാ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞല്ലോ, വർക്കാവില്ല. റിട്ടേൺ കഴിഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. അപ്പൊ അത് അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വേണമെങ്കിൽ ഇതൊരു വേറൊരു ഫംഗ്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ട്രൂത്തി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഈ കാർഡ് പേജിന് നമുക്ക് ഗ്ലോബലി എന്ത് ചെയ്യേണ്ടി വരും? ഈ കാർഡ് പ്രൊഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൺസ്ട്രക്ടറിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിന് ദിസ് ഡോട്ട് കൊടുത്ത് അവൈറ്റ് കളഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ഇവിടെ ഓക്കെ അല്ലേ, ഇങ്ങനെയല്ലേ? അതവിടെ ഇനി നമുക്ക് ആവശ്യമില്ല. അവിടെ അത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല, വർക്കാവില്ല. ജസ്റ്റ് അത് എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ട്രൂത്തിയുടെ അകത്ത് കൊണ്ടുവന്നിടുക. ഇനി അവിടെയൊക്കെ ദിസ് ഡോട്ട് വിളിക്കണം. നമ്മൾ അതിനെ ദിസ് ഡോട്ട് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടല്ലോ, ദിസ് ഡോട്ട് വിളിക്കണം. ആ രണ്ട് ലൈന് അതിനകത്തുള്ള സെക്കൻഡ് രണ്ട് ലൈനില്ലേ, അത് രണ്ടും അവിടെ വർക്കാവില്ല. കാരണം ഒരു ഇതിനകത്ത് റിട്ടേൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല,
അത് വർക്ക് ആവില്ല. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും റിട്ടേൺ. ഇവിടെ എന്ത് ചെയ്യണം? ദിസ് ഡോട്ട് പറഞ്ഞു വിളിക്കണം. ഓക്കെ. സ്റ്റോപ്പ്. കാർഡ് പ്രോഡക്റ്റ് പക്ഷെ അത് എടുക്കുന്നുണ്ടെന്ന് തോന്നില്ല. നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് കൺട്രോൾ പോകുന്നില്ല. കാർഡ് പ്രൊഡക്റ്റിന്റെ ദിസ് പേജ് അല്ലേ കൊടുത്തേക്കുന്നത്? ദിസ് ആ, ഡോട്ട് പേജ്. അവിടെ പേജ് ജസ്റ്റ് ഡോട്ട് ഡയറക്റ്റ് പേജ് കൊടുത്താൽ മതിയല്ലോ. അവിടെ അതിനകത്ത് പേജ് കൊടുത്താൽ മതി. പേജ് ഡോട്ട് ലൊക്കേറ്റർ ഇങ്ങനെ കൊടുത്ത് പേജ് ഡോട്ട് ലൊക്കേറ്റർ അത് സെയിം ലൈനിൽ കൊടുത്തേടാ. ഇങ്ങനെ പേജ് ഡോട്ട് ലൊക്കേറ്റർ. ഇനി ഒന്ന് നോക്കിയേ. ഇല്ല, അതിന്റെ കളർ ചേഞ്ച് ആയിട്ടില്ല. ഇല്ല. നോക്കട്ടെ. അതിനൊന്ന് മാറ്റി, അതിന്റെ സെലക്ഷൻ മാറ്റിയിടാം. ആ, കാർ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. ഇനി താഴേക്ക് വന്ന് ഓക്കെ. എന്താണ് ദിസ് ഡോട്ട് കാർഡ് പ്രൊഡക്റ്റ്? എന്താ ചെയ്തോണ്ടിരുന്നത്? അത് ദിസ് കാർഡ് പ്രോഡക്റ്റ് ഞാൻ കോൺസ്റ്റന്റ് ആയിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്. ഇപ്പൊ ദിസ് അത് ദിസ് ആക്കി. കാർഡ് ഓക്കെ ഓക്കെ. അതാക്കി. പക്ഷെ എന്നിട്ടും എടുക്കുന്നില്ല. ഇതിനകത്ത് ഇപ്പൊ ഇവിടെ എന്തോ ഒരു 3 ഡോട്ട് വന്നിട്ടുണ്ടല്ലോ കാർഡ് പ്രൊഡക്റ്റിനകത്ത്. കാർഡ് പ്രൊഡക്റ്റിന് അതായത് ഇതിനകത്തേക്ക് പാസ് കിട്ടുന്നുണ്ട്. ഇതിനകത്തല്ലേ കിട്ടാത്ത? അതിന്റെ അതെ. സ്പെല്ലിങ് സി ക്യാപിറ്റൽ അല്ലടാ ഇതിന്. ആ, ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ. ഇപ്പൊ കിട്ടുന്നുണ്ട്. ഉം. ഇപ്പൊ എന്താ അടുത്ത ടെക്സ്റ്റ് കണ്ടന്റ് ഈസ് നോട്ട് ടെസ്റ്റ് വെയിറ്റിംഗ് ഫോർ ലൊക്കേറ്റർ. അതെടുത്തേടാ. അതെവിടെയാ? അതെവിടെയാ? ഇത് ഫോർ ലെറ്റ് കൗണ്ട്. 22 ഇതിനകത്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെ. കറക്റ്റ് അല്ലേ പ്രൊഡക്റ്റ് നെയിം എന്ന് പറയുന്നത്? ഫസ്റ്റ് പ്രോഡക്റ്റില് പ്രൊഡക്റ്റ് നെയിം പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോഴ്സ് ലാബ് ആരോൺ ചെയ്തോ? ആരോണിന് കാർഡ് പേജ് കിട്ടിയോ? എനിക്ക് കാർഡ് പേജ് കിട്ടിയായിരുന്നു. ഓക്കെ. വർക്കായോ? നേരത്തെ സേവ് ആയിണ്ടായിരുന്നു. നിന്നെടുത്തേടാ നോക്കട്ടെ. കാർഡ് പേജ് വരെ ചെയ്തു. ഇനി എന്താ ചെയ്യാനുള്ളത് ഇതിനകത്ത്? ആയിക്കോട്ടെ. പേജ് ഓക്കെ. ഇനി താങ്ക് യു മെസ്സേജ്. താങ്ക് യു മെസ്സേജ് കാർഡ് ഡോട്ട് ഫിൽ ചെക്കൗട്ട് ഇൻഫർമേഷൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ? കാർഡിനകത്ത് തന്നെയാണോ ചെയ്തേക്കുന്നത്? അതെല്ലാം ചെയ്തു. ഇനി വെരിഫൈ. ജസ്റ്റ് വേറൊരു പേജിനകത്ത് ചെയ്താൽ മതിയായിരുന്നു. ചെക്കൗട്ട് പേജ് എന്നോ അങ്ങനെ ഒരു പേജ് പറഞ്ഞിട്ട് ചെയ്യല്ലേ കുറച്ചും കൂടെ നല്ലത്. അത് വേറൊരു പേജ് അല്ലേ? കാർഡ് പേജ് കഴിഞ്ഞതിന് ശേഷമല്ലേ? ജസ്റ്റ് ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്തോ കോപ്പി ചെയ്തിട്ട് ഒരു ചെക്കൗട്ട് പേജിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചോ. സിമ്പിൾ ആക്കിയല്ലേ പേജ്, കുഞ്ഞു പേജസ് ആക്കിയല്ലേ? ജസ്റ്റ് അത് ചെയ്തേക്ക്.
ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. ആ അതെ, ലൊക്കേറ്റർ വേണം ആക്ച്വലി ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യേണ്ടത്. ഹലോ, ആ പറഞ്ഞോ, എന്തെങ്കിലും ചോദിച്ചോ? ഇവിടെ വിനിഷ ലൊക്കേറ്ററിനല്ലേ പാസ് ചെയ്യുന്നത്? ഏതാടാ മനസ്സിലായില്ല, എന്താ അതായത് നോക്കട്ടെ നോക്കട്ടെ. ഈ ഒരു മെത്തേഡിനുള്ളില് താങ്ക് യു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ എന്താ പാസ് ചെയ്തേക്കുന്നത്? ഇത് എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേറ്റർ ആണോ ഈ താങ്ക് യു മെസ്സേജ് എന്ന് പറയുന്നത്? അതെ, അപ്പൊ അതെങ്ങനെയാ ലൊക്കേറ്ററിനെ പാസ് ചെയ്യുന്നത്? ലൊക്കേറ്ററിനെ പാസ് ചെയ്യണ്ടല്ലോ. ലൊക്കേറ്ററിനെ നമ്മൾ കൺസ്ട്രക്ടറിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ. ഓക്കെ ഓക്കെ. താങ്ക് യു മെസ്സേജ് അതല്ലല്ലോ, മറ്റേ സാധനമല്ലേ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണേ. ആ ഈ കോൺസ്റ്റ് താങ്ക് യു മെസ്സേജ് എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാതെ ആ ഇത് കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാം. പക്ഷെ ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോടാ. ഇവിടെ അതായത് ഇതിനകത്ത് കോൺസ്റ്റ് താങ്ക് യു മെസ്സേജ് എന്ന് പറഞ്ഞ എല്ലാം കൊടുക്കണ്ടേ. ഇതിനകത്ത് കൺസ്ട്രക്ടറിനകത്ത് കൊടുത്തേക്കുന്നത് നോക്കിയേ, ഇവിടെ എല്ലാം കൊടുക്കണ്ടേ. എവിടെ കൊടുക്കണ്ടേ? നമ്മുടെ മെയിൻ സ്പെക്കിനകത്ത് കൊടുക്കാം. കൺട്രോൾ എക്സ് അടിച്ചിട്ട് അത് മെയിൻ സ്പെക്കിനകത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഈ മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കാം. സെയിം സാധനം ഇവിടെ എന്ത് ചെയ്യാം, റിസീവ് ചെയ്തെടുക്കാം. മെത്തേഡിന്റെ ഒപ്പം തന്നെ റിസീവ് ചെയ്തെടുക്കാം. ദിസ് ഡോട്ട് ഓക്കെ. അവിടെ ദിസ് ഡോട്ട് കൊടുക്കണ്ടല്ലോ, സെയിം കൺസ്ട്രക്ടിനകത്ത് തന്നെയല്ലേ, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പേജ് കൺസ്ട്രക്ടിനകത്ത് ആക്സസ് ഉണ്ട്. ഇനി ഇവിടെ കൊടുത്തേക്കുന്ന ഈ താങ്ക് യു മെസ്സേജ് എന്താ? ഓക്കെ ഓക്കെ, ദിസ് ഡോട്ട് വെച്ച് എക്സ്പെക്ട് എടുത്തോണ്ട് ഇവിടെ ചെയ്യണം അല്ലേ? കോൾ ചെയ്യുന്നിടത്ത് അവൈറ്റ് യൂസ് ചെയ്യണം. കോൺസ്റ്റ് ചെക്ക് ഔട്ട്
അതിനെ നമുക്ക് അവൈറ്റ് യൂസ് ചെയ്ത് വിളിക്കാം. അതൊരു അസിങ് ഫംഗ്ഷൻ തന്നെ. ആ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്സായിട്ട്. ഇനി അതിനകത്ത് എന്താ ഉള്ളത്? താങ്ക് യു മെസ്സേജ് അത്രയും ചെയ്തു അല്ലേ? ആ ഇനി എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? കഴിഞ്ഞില്ലേ മൊത്തം? ആ കഴിഞ്ഞു. ആരോണ്ട് എന്തായി? എന്നാ ഫുള്ള് കിട്ടി ആക്ച്വലി. ഔട്ട്പുട്ട് ഫുള്ള് കിട്ടിയാ? മൊത്തമായി. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായോ? പേജ് ഒബ്ജക്റ്റ് മാനേജർ വെച്ചിട്ട് നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തു. ഇത്രേ ഉള്ളൂ, സിമ്പിളാ. നമുക്ക് ഇതിനകത്ത് എന്താണ് ഇനി നമുക്ക് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് എല്ലാം എന്ത് ചെയ്തേക്കാണ്? ഒരു എല്ലാ ഒബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്തേക്കുക? നമ്മുടെ മെയിൻ സ്പെക്കിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാതെ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പെഷ്യൽ ഒബ്ജക്റ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാത്തിനും വേണ്ടി സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ്? ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എന്താ പറയുക? ഒരു ക്ലാസ് പേജ് ഒബ്ജക്റ്റ് മാനേജറോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മാനേജറിനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഈ പേജ് ഒബ്ജക്റ്റ് ആ ഒരു ഫോൾഡറിന്റെ അകത്താണ്. അതിനകത്ത് തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണം ഒരാള് പറഞ്ഞു. എന്നിട്ട് ക്ലാസ് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. .js വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് തന്നെയാണ് .js എക്സ്റ്റൻഷൻ വെച്ച് ചെയ്യുക. എന്നിട്ട് ക്ലാസ് ഒബ്ജക്റ്റ് മാനേജർ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മാനേജർ നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനകത്ത് കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ ഇതിനകത്ത് കൺസ്ട്രക്ടർ വേണം, കൺസ്ട്രക്ടറിനകത്ത് പേജൊക്കെ വേണം. ഇനി നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് പേജ് വേണം, ലോഗിൻ പേജ് വേണം, അങ്ങനെ എല്ലാ പേജും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ പേജിൻ്റെ ഒബ്ജക്റ്റും നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ ഒബ്ജക്റ്റും ഇവിടെ കോപ്പി ചെയ്തിട്ടേ, അതായത് നമ്മുടെ അതിനകത്തുനിന്ന് കോപ്പി ചെയ്ത് ഇവിടെ ഇടാം. ഒബ്ജക്ട്സ് മാത്രം, എല്ലാത്തിൻ്റെയും ഒബ്ജക്റ്റുകൾ മാത്രം. എത്ര പേജ് ക്രിയേറ്റ് ചെയ്തു? 4 പേജോ? 4 പേജിൻ്റെ ഒബ്ജക്റ്റ് മാത്രം കോപ്പി ചെയ്തിടുക. കൺസ്ട്രക്ടറിനുള്ളിലാണോ? കൺസ്ട്രക്ടറിനുള്ളിൽ 4 എണ്ണത്തിൻ്റെ ഇടാം. ഇതിനൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് 4 എണ്ണത്തിൻ്റെയും കോപ്പി ചെയ്തു. പ്രോഡക്റ്റ് ചെക്കൗട്ട് ലോഗിൻ പേജ്. ഓക്കെ. അപ്പോൾ ഇത് കൺസ്ട്രക്ടറിനകത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ദിസ് ഡോട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കുക അല്ലേ? അപ്പോൾ കോൺസ്റ്റ് മാറ്റിയിട്ട് ദിസ് ഡോട്ട് ആക്കി കൊടുക്കുക. ഓക്കെ. ഇനി ഇതിനെല്ലാം ഇമ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊക്കെ എന്താ, ലോഗിൻ പേജിനൊക്കെ ഓവർ ചെയ്യുമ്പോൾ കാണാം നമ്മൾ ഇതിനൊന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ അവിടെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് അവിടുന്ന് കൊണ്ടുവന്നിട്ടാലും മതി. അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടാലും മതി. ലോഗിൻ പേജ്, കാർഡ് പേജ് സെയിം ഫോൾഡറിനകത്ത് തന്നെയല്ല, ഒരു പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഓക്കെ. ഇനി ഈ പ്രൊജക്ട് മാനേജറിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റ് മാനേജറിനെ നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ എക്സ്പോർട്ട് കീവേഡും കൂടെ കൊടുത്തേക്ക്. ഇതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെ ഒബ്ജക്റ്റും ഈ ക്ലാസ്സിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇത്രേ ചെയ്തിട്ടുള്ളൂ.
ഇനി നമുക്ക് അവിടെ ഈ ഒബ്ജക്റ്റിന് സെപ്പറേറ്റ് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഓരോ പ്രാവശ്യം ഓരോ ഒബ്ജക്റ്റ് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യാണ്, ലോഗിൻ പേജിനെ കിട്ടാൻ വേണ്ടി ഒരു മെത്തേഡ്, പിന്നെ എന്ത് പേജൊക്കെ ആയിരുന്നു, പ്രൊഡക്റ്റ് പേജ്, കാർട്ട് പേജ്, ചെക്കൗട്ട് പേജ്, ഈ 4 പേജിനെ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒബ്ജക്റ്റ് മാനേജറിനകത്ത് 4 മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ 2 ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാ. ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ മീൻ ചെയ്യണേന്ന്. അതായത് ഇനി എനിക്ക് ഈ ലോഗിൻ പേജിൻ്റെ എന്ത് കിട്ടണം, ലോഗിൻ പേജിൻ്റെ വേരിയബിൾ, അതായത് അതൊരു റെഫറൻസ് വേരിയബിൾ കിട്ടണം. അതായത് LP എന്ന് പറയണത് കിട്ടണം. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഈ LP കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാണ്, ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഗെറ്റ് ലോഗിൻ പേജ് കിട്ടാനുള്ള ഒരു മെത്തേഡാണ്. സിങ്ക് വേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് നോർമൽ മെത്തേഡ് മതി, ആ വെയിറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, സിമ്പിൾ മെത്തേഡാണ്. ഗെറ്റ് ലോഗിൻ പേജ്. എന്നിട്ട് ഇതെന്താ റിട്ടേൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിന് LP ലോഗിൻ പേജിൻ്റെ റെഫറൻസ് വേരിയബിളിനെയാണ് റിട്ടേൺ ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് കൊടുക്കുക റിട്ടേൺ. ലോഗിൻ പേജിൻ്റെ റെഫറൻസ് വേരിയബിൾ എന്താ, ദിസ് ഡോട്ട് LP, ദിസ് കൊടുക്കണ്ടേ. ഇതേപോലെ തന്നെ എല്ലാത്തിനെയും എത്രയേ ഉള്ളൂ, ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, എല്ലാത്തിനും റിട്ടേൺ ചെയ്യാം. ഗെറ്റ് ലോഗിൻ പേജ്, ഗെറ്റ് പ്രൊഡക്റ്റ് പേജ്, അങ്ങനെ എല്ലാം വിളിക്കാം. ഓക്കെ, ഇതിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോഗിൻ പേജിൻ്റെ റിട്ടേൺ ചെയ്യുന്നത് ഗെറ്റ് ലോഗിൻ പേജ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. കാർട്ട് പേജിന് കാർട്ട് പേജ്, ചെക്കൗട്ട് പേജിന് ചെക്കൗട്ട് പേജ്. ഇനി നമുക്ക് ഇതിനാവശ്യം എന്താണ്, ഈ മെത്തേഡ്സിന് എന്താണ് കോൾ ചെയ്താൽ മതി. എവിടെ, നമ്മുടെ മെയിൻ സ്പെക്കിനകത്ത്. അപ്പോൾ അതിനെന്താ വേണ്ടത്, ജസ്റ്റ് ഒന്ന് അല്ല, ഒരു മിനിറ്റ്, നമ്മുടെ പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് മാനേജർ എടുത്ത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സ്പെക് ഫയലിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഒരൊറ്റ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. മറ്റേ ഒബ്ജക്റ്റിനെയൊക്കെ നമുക്ക് കമന്റ് ചെയ്തിടാം, അല്ലെങ്കിൽ കളയാം. അതിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ഗെറ്റ് ലോഗിൻ പേജ്. ലോഗിൻ പേജിനെ വിളിച്ചു, CP ഡോട്ട് ഗെറ്റ് ലോഗിൻ പേജ്, OM ഡോട്ട് ഗെറ്റ് ലോഗിൻ പേജ്. ഇനിയിപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ലോഗിൻ പേജ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യണത് എന്താണ്, LP ആണ്. അപ്പം അതിനകത്ത് ഉണ്ട് എന്ത്, സെയിം അതുപോലെ തന്നെ അടുത്തതും കൊടുക്കുക. എന്തുമാത്രം, OM ഡോട്ട് കാർട്ട് പേജ്. ഇതേപോലെ ചെക്കൗട്ട് പേജ്, പ്രോഡക്റ്റ് പേജ്. അപ്പോഴേ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഇത് വെച്ചിട്ടല്ലേ കോൾ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിന്റെ. പറഞ്ഞുതരാം. നമുക്ക് ഒരൊറ്റ പ്രാവശ്യം എന്ത് ചെയ്യാം, എന്തിൻ്റെ ഒബ്ജക്റ്റ് മാനേജറിന്റെ ഇത് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ എന്താണ്, ഒബ്ജക്റ്റ് മാനേജറിന്റെ എന്തായിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്,
കോൺസ്റ്റ് ഒ എം ഈക്വൽ ടു ന്യൂ ഒബ്ജക്ട് മാനേജർ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ പ്രാവശ്യം എന്ത് ചെയ്താൽ മതി, ഈ എന്താ പറയുക കോൺസ്റ്റ് കാർഡ് പേജ് ഈക്വൽ ടു ഇങ്ങനെ വിളിക്കാം. കോൺസ്റ്റ് ഇതിനെ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഇവിടെ ഗെറ്റ് കാർഡ് പേജ് എന്നല്ല, ഗെറ്റ് ലോഗിൻ കാർഡ്, അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഇല്ലേ, അതായത് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന കുഞ്ഞ് റെഫറൻസ് വേരിയബിൾ ഉള്ളത്, അങ്ങനെയല്ല, എൽ പി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുക, കോൺസ്റ്റ് എൽ പി ഈക്വൽ ടു എന്താണ് OM dot ഇതിങ്ങനെയാണോ? OM dot get login page. ഇപ്പൊ നമുക്ക് അത് എന്ത് കിട്ടി, എൽ പി കിട്ടി. അതായത് എൽ പി മീൻസ് ലോഗിൻ പേജിനകത്തുനിന്ന് നമുക്കത് കിട്ടി. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തേ, ലോഗിൻ പേജിൻ്റെയും പ്രൊഡക്റ്റ് പേജിൻ്റെയും എല്ലാം അതേപോലെ ചെയ്തേ. സെയിം നമ്മൾ അവിടെ നമ്മൾ ഈ റെഫറൻസ് വെച്ചിട്ടല്ലേ വിളിക്കുന്നത്. അപ്പൊ ഈ റെഫറൻസ് എല്ലാം നമ്മൾ എവിടെ കൊടുത്തേക്കുന്നത്, ഗെറ്റ് കാർഡ് പേജ്, ഗെറ്റ് പ്രൊഡക്റ്റ് പേജ്, ഗെറ്റ് ലോഗിൻ പേജ്, അങ്ങനെ പറഞ്ഞ വേരിയബിളിന് ശ്രീജ്യോതി അതെടുത്ത് ഒബ്ജക്ട് മാനേജർ എടുത്ത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഒബ്ജക്ട് മാനേജറിന്റെ ഒബ്ജക്റ്റ് നമ്മൾ എവിടെ ക്രിയേറ്റ് ചെയ്തു, സ്പെക് ഫയലിനകത്ത് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒബ്ജക്ട് മാനേജറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തുള്ള ഗെറ്റ് ലോഗിൻ പേജ്, ഗെറ്റ് പ്രൊഡക്റ്റ് പേജ്, ഗെറ്റ് കാർഡ് പേജ് ഇതൊക്കെ എടുക്കുക. എന്നിട്ട് ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ആ വേരിയബിളിൽ നിന്ന് സെയിം എന്ത് ചെയ്ത് കൊടുക്കാം, നമ്മൾ മുന്നേ യൂസ് ചെയ്ത കാർഡ് പേജ്, പ്രൊഡക്റ്റ് പേജ്, സെയിം ആ നെയിം തന്നെ കൊടുക്കുക, വേരിയബിൾ റെഫറൻസ് നെയിം OM ഡോട്ട് കാർഡ് പേജ്. ഇനി അടുത്തത് കാർഡ് പേജ്, ചെക്ക്ഔട്ട് പേജ് ഇല്ലേ, ഇനി ചെക്ക്ഔട്ട് പേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് ഗെറ്റ് ചെക്ക്ഔട്ട് പേജ് അല്ലേ, മെത്തേഡ്, ആ മെത്തേഡിനെ വിളിക്കണേ, ഈ ഒബ്ജക്ട് മാനേജറിനകത്തുള്ള ഓരോ മെത്തേഡിനെ വിളിക്കുന്നത്. അപ്പൊ ഈ ഗെറ്റ് ചെക്ക്ഔട്ട് പേജ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, CP എന്ന് പറഞ്ഞൊരു വേരിയബിളാ. CPയുടെ അകത്ത് എന്താണുള്ളത്, ആ ചെക്ക്ഔട്ട് പേജിന്റെ ഒബ്ജക്റ്റ് കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, CP ഡോട്ട് വെരിഫൈ, CP ഡോട്ട് എന്ന് പറഞ്ഞ് കോൾ ചെയ്യണേ. ഓക്കെ, ഇനി സേവ് ചെയ്ത് ഒരു സെക്കൻഡ്. ഇതിനകത്ത് LP എന്താ ഒരു ഇതായി കിടക്കുന്നേടാ, ഗെറ്റ് പ്രോഡക്റ്റ് പേജ് നമ്മൾ കോൺസ്റ്റ് അസൈൻ അതും അതുപോലെ കൊടുക്കും, കോൺസ്റ്റ് ഇവിടെ നിന്ന് മാറ്റുന്നോ. ഇനിയിപ്പോ അവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാത്തിനും അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരേ ഒരാൾ ആരാ, പ്രൊജക്ട് മാനേജർ. ഒബ്ജക്ട് മാനേജറിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം, ഉണ്ട്, ഒബ്ജക്ട് മാനേജറിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്ട് മാനേജറിൽ ഓരോ ഒബ്ജക്റ്റിനെ ഓരോ ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് LP ഒന്ന് ഓവർ ചെയ്തിട്ട് LPയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കളർ ചേഞ്ച് ആയിട്ടില്ല, ഉണ്ടോ, അതെന്താ നോക്കട്ടെ. ഒബ്ജക്ട് മാനേജർ ഗെറ്റ് ലോഗിൻ പേജ് തന്നെയല്ലേ, കറക്റ്റ് ആണല്ലോ. ഓക്കെ, LP സെയിം, അതാ LP കോപ്പി ചെയ്ത് അവിടെ ഇട്ടാണ്. ഗെറ്റ് ലോഗിൻ പേജ് ആണ്, അത് കറക്റ്റ് ആണ്, നാവിഗേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഈ LP എന്താ അങ്ങനെ കിടക്കുന്നത്, കോൺസ്റ്റ് അതല്ലടാ, കോൺസ്റ്റ് LP എന്നുള്ളതില്ലേ, അതൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് എന്നിട്ട് ആദ്യം തൊട്ടൊന്ന് അടിച്ച് കോൺസ്റ്റ് LP. അപ്പോൾ ഓക്കെ, ഇനി താഴത്തെ LP കളഞ്ഞ് ഇതൊന്നും കൂടെ അടിച്ച് LP. ഓക്കെ, സെലക്ട് ആവാത്ത, ഇനി ഒന്ന് സേവ് ചെയ്ത് രണ്ടാമത് എനിക്ക് സെയിം ഇതാവുന്നത്. ഓക്കെ,
ടെസ്റ്റ് ഫൗണ്ട്. ടെസ്റ്റ് ഇതേതാ? എന്താ റൺ ചെയ്യാനുള്ള കമന്റ് അടിച്ചടാ? പ്ലേറൈറ്റ് സ്പെക്. ഓക്കെ, ഇതിനകത്ത് ടെസ്റ്റ് നോട്ട് ഫൗണ്ട് ആണുള്ളത്. മെയിൻ സ്പെക്കിനെയാണ് റൺ ചെയ്യുന്നത്. മേക്ക് ഷുവർ നോ ടെസ്റ്റ് ആർഗ്യുമെന്റ് റെഗുലർ. മുകളിൽ എടുത്തടാ ഇമ്പോർട്ട് ലോഗിൻ പേജ്. അതായത് എറർ മെസ്സേജിന്റെ ഫസ്റ്റ് ലൈൻ എടുത്ത് ഇത് തന്നെയാണോ? ഇത് എന്താണ് എറർ മെസ്സേജ് ഉണ്ട് എറർ മെസ്സേജ്? താഴെയുള്ള ടെർമിനലേ ഓക്കെ. എന്താ ചെയ്തേക്കുന്നത്? cannot find module login page.js എന്ന് കൊടുത്തിട്ടില്ലേ? ലോഗിൻ ഉണ്ട്. എങ്ങനെ കൊടുത്തത്? ശരി. ഇതിന് make sure the argument regular expression matching test field. ടെസ്റ്റ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് മാനേജർ എടുത്തടാ. ഒബ്ജക്റ്റ് മാനേജർ എടുത്തേ. ഇത് ഒബ്ജക്റ്റ് മാനേജർ ആണ്. ഓക്കെ ഓക്കെ. ഇതിനകത്ത് ലോഗിൻ പേജ്, ഇതിനകത്ത് നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോഗിൻ പേജിൽ ഇമ്പോർട്ട്. ഓക്കെ, ഈ പേജ് പാസ് ചെയ്തതിനകത്ത് ദിസ് ഡോട്ട് പേജ് കൊടുത്താണ്. ഇതിനകത്ത് തന്നെ ലോഗിൻ പേജിനകത്ത് ദിസ് ഡോട്ട് പേജ് കൊടുത്തേ. അതായത് ഓരോന്നിൻ്റെ അകത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിനകത്ത് തന്നെ മനസ്സിലായില്ല. ലോഗിൻ പേജ് ഓഫ് പേജ് അല്ലേ കൊടുത്തേക്കുന്നത്? ജസ്റ്റ് ഒന്ന് ദിസ് ഡോട്ട് കൊടുത്തു നോക്കിയ. പക്ഷെ അതല്ല, ടെസ്റ്റ് എടുക്കുന്നില്ല. അതാണ് ഒബ്ജക്റ്റ് മാനേജർ. റൺ ചെയ്തപ്പോഴും സെയിം ഇഷ്യൂ ആണോ വന്നത്? ദിസ് ഡോട്ട് കൊടുത്തിട്ട് അപ്പം വേറെ ഇങ്ങനെയാ വരുന്നത്. അത് തന്നെയാണ് ടെസ്റ്റ് നോട്ട് ഫൗണ്ട്. പക്ഷെ നമ്മൾ ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇമ്പോർട്ട് ചെയ്തിട്ടില്ലേ? മെയിൻ സ്പെക്കിനകത്ത് ഉണ്ട്. ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് അവിടെയൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് വർക്ക് ആയിക്കൊണ്ടിരുന്ന സാധനമല്ലേ. അത് നമ്മുടെ മെയിൻ ഫയൽ, അതിനാ പറയണത്. കുഴപ്പമില്ല. ഇത് ഈ വർക്ക് ആവാത്തതല്ലേ, നമുക്ക് നാളെ നോക്കാം. ഈ ഒരു സാധനമല്ലേ, നമുക്ക് നാളെ നോക്കാം. ഇനിയിപ്പോൾ ഇത്രയും മതി. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് നാളെ ഒരുമിച്ച് നോക്കാം. അല്ലേ? ഓക്കെ, താങ്ക് യു.